ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആരി വർക്കിൻ്റെ 3rd ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരി നീഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ചായിരുന്നു. ഡബിൾ സൈഡഡ് പ്രെസിഷൻ ഓഫ് ആരി നീഡിലാണ് നമ്മൾ കാണിച്ചു തന്നത്. നമ്മുടെ ഫ്രെയിമിൻ്റെ മുകളിലത്തെ പാർട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മുടെ ആരി സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള പാർട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എല്ലാം നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വ്യക്തമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുക, ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും കയ്യിലില്ലായിരുന്നവർ ഇപ്പോൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്കും ഇപ്പോൾ പുതുതായിട്ട് വന്ന എല്ലാവർക്കും തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരി സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരി ഫ്രെയിമിൽ ഫാബ്രിക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. തേർഡ് സ്റ്റെപ്പായിട്ട് നമുക്കിതുപോലെ 2 ലൈൻസ് വരച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയൽസിനെ പറ്റി പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആരി നീഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ചെയിൻ സ്റ്റിച്ചും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനെ പറ്റിയാണ്. ഈ വർക്കിൻ്റെ പേരാണ് പാനി വർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പാനി സ്റ്റിച്ച് എന്ന് പറയും. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. വരയ്ക്കാൻ അറിയാത്തവർക്ക് കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരെണ്ണമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന വളവുകളെല്ലാം നന്നായിട്ട് വരണമെന്നേ ഉള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ വളവുകളൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യുകയാണെങ്കിലായിരിക്കും ഇതിനൊരു പെർഫെക്ഷൻ കിട്ടുക. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും നമ്മൾ വരച്ച് കഴിയുമ്പോൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഡിസൈനിലൂടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 0.5 mm ടുലിപ്പ് ജപ്പാൻ്റെ നീഡിലാണ്, കൂടെ ചെറിയ ത്രെഡും. ഇതിന് രണ്ടിനും കൂടെ 30 രൂപയിൽ താഴെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൈസയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇത്രയും വാങ്ങിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ആരി നീഡിൽ യൂസ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് 1ഉം 2ഉം കണ്ടിട്ട് 3rd കാണാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ നീഡിൽ പഞ്ച് ചെയ്യുക. നമ്മൾ നോട്ടിട്ട് താഴെ കൊണ്ട് വെച്ചിരുന്ന നൂല് അതിൽ കോർത്ത് കൊടുക്കുക. നേരത്തെ എടുത്ത ത്രെഡിൻ്റെ ഉള്ളിലൂടെ അടുത്ത ത്രെഡ് എടുക്കുക. അങ്ങനെ വീണ്ടും പഞ്ച് ചെയ്യുക, നൂല് കോർത്ത് കൊടുക്കുക. നേരത്തെ എടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ ഉള്ളിലൂടെ അടുത്ത ത്രെഡ് എടുക്കുക. അങ്ങനെ ചെയ്തു പോകുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഡൗൺവേർഡ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഡൗൺവേർഡ് വരുമ്പോൾ നമുക്ക് നീഡിൽ ട്വിസ്റ്റ് ചെയ്തില്ലെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മുകളിലേക്ക് പോകുന്ന നേരം, അപ്വേർഡ് പോകുന്ന നേരം ഈ നീഡിൽ ത്രെഡ് കൊളുത്തി കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഈ നീഡിൽ ട്വിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കണ്ടോ, സൈസ് എഴുതിയിരിക്കുന്ന സൈഡ് കൊണ്ട് നമുക്കൊരിക്കലും ത്രെഡ് കൊളുത്തി കൊടുക്കാൻ പറ്റുന്നതല്ല. എന്നാൽ നമ്മൾ ആ ടുലിപ്പ് ജപ്പാൻ എന്ന് എഴുതിയ ആ പോർഷൻ വെച്ചിട്ട് വേണം, കണ്ടോ, നൂല് ഈസി ആയിട്ട് അതിൽ കൊളുത്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു സൈഡിലാണ് അതിൻ്റെ ഒരു കൊളുത്തുള്ളത്. അപ്പോൾ ആ സൈഡിൽ കണക്കാക്കി വേണം നമ്മൾ പഞ്ച് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ പഞ്ച് ചെയ്ത് ഇങ്ങനെ ത്രെഡ് വലിച്ചു കഴിഞ്ഞിട്ട് അപ്വേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ത്രെഡ് സെക്യൂർ ആക്കി വെക്കുന്ന സൈസ് എഴുതിയ പോർഷനിലൂടെയാണ്, കണ്ടോ. എന്നിട്ട് വീണ്ടും ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടുലിപ്പ് ജപ്പാൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് ഡൗൺവേർഡിൻ്റെ പോർഷനാണ്. സോ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ട്വിസ്റ്റ് ചെയ്യുന്നവർക്ക് ട്വിസ്റ്റ് ചെയ്യാം. എനിക്ക് ഇതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ വരുമ്പോൾ നമ്മളൊരു പഞ്ച് ചെയ്യുക, ത്രെഡ് എടുക്കുക, വേറൊരു പഞ്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ സെക്യൂർ ആക്കിയിട്ട് വേണം നമ്മൾ അടുത്ത പോർഷനിലേക്ക് കടക്കാൻ. എങ്കിലേ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നുകൂടി പറയാം, നമുക്ക് അവിടെ വരെ മതി. എന്നാൽ അതിൻ്റെ മുകളിൽ വേറൊരു പഞ്ച് കൂടി ചെയ്തതിന് ശേഷം വേണം അടുത്ത പോർഷനിലേക്ക് നമ്മൾ പോകാനായിട്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ പാനി വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഇത് നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയിപ്പോൾ അത്ര സെറ്റാവാതെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആരും വിഷമിക്കേണ്ട. എന്നെക്കൊണ്ട് എൻ്റെ മിസ് ഇതൊരു 3 വട്ടം ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ ആയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.